സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ എത്തി നിൽക്കെ അനാവശ്യമായി വൈദ്യുതി പാഴാക്കി കോർപ്പറേഷന്റെ ധൂർത്ത്. കോർപ്പറേഷനുള്ളിലെ ആളില്ലാത്ത കോൺഫറൻസ് ഹാളിൽ മണിക്കൂറുകൾ പവർഫുള്ളായി പ്രവർത്തിച്ചത് 8 ഫാനുകളും 3 AC-കളും 20ഓളം ലൈറ്റുകളുമാണ്. മാലിവ വർഗീസ് പോൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ജനങ്ങൾക്ക് മാത്രമാണ് നിയന്ത്രണം, അധികൃതർക്ക് നിയന്ത്രണമില്ല, ആഘോഷമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഫറൻസ് ഹാളിലാണ്. ഇവിടെ നോക്കിയാൽ അറിയാം, യോഗങ്ങളില്ല, ആളുകളില്ല. പക്ഷേ പവർഫുള്ളിലാണ് 10ഓളം ഫാനുകളും 20ഓളം ലൈറ്റുകളും 3 AC-കളും. സമയം രാവിലെ 10:54. ബിഗ് TV സംഘം കോർപ്പറേഷൻ ഹാളിന്റെ പുറത്ത് 10:30 മുതൽ നിൽക്കുന്നു. ലൈറ്റും ഫാനുകളും കാണാം. സംശയം തോന്നി അകത്ത് പ്രവേശിച്ചപ്പോൾ കണ്ട കാഴ്ച പ്രേക്ഷകർ കാണുക. സംസ്ഥാനം കടുത്ത ഊർജ്ജ പ്രതിസന്ധി നേരിടുകയാണ്. ഏപ്രിലിൽ വൈദ്യുതി ഉപഭോഗം 112 ദശലക്ഷം യൂണിറ്റും പീക്ക് ഡിമാൻഡ് 6000 മെഗാവാട്ടും കടന്ന് റെക്കോർഡ് ഭേദിച്ചിരിക്കുന്നു. വൈദ്യുതി ഉപഭോഗം കുറയ്ക്കണമെന്ന് KSEB അഭ്യർത്ഥിക്കുമ്പോഴും ഉത്തരവാദിത്ത ഭരണകൂടങ്ങൾ തന്നെ ഇത് പുല്ലുവിലക്കെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കോർപ്പറേഷൻ കോൺഫറൻസ് ഹാളിൽ ആരുമില്ലാത്തപ്പോൾ പോലും ലൈറ്റും ഫാനും AC-യും പ്രവർത്തിക്കുന്ന ദൃശ്യങ്ങൾ. സാധാരണക്കാരന് നിയന്ത്രണം, അധികൃതർക്ക് ആഘോഷം. ഇപ്പോൾ സമയം 11:25. 10:30 മുതൽ കോർപ്പറേഷന് പുറത്ത് നമ്മൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സമയം 11:25. ബിഗ് TV സംഘം എത്തിയിട്ട് തന്നെ മണിക്കൂറുകൾ പിന്നിട്ടു. എന്നിട്ടും കാലിക്കസേരകൾ തണുപ്പിൽ കുളിരുകയാണ്. പുറത്ത് സാധാരണക്കാർ കൊടും വെയിലിലുരുകുമ്പോൾ സർക്കാരിന്റെ വൈദ്യുതി സംരക്ഷണ ആഹ്വാനങ്ങൾ ഈ ശീതീകരിച്ച മുറിക്ക് പുറത്ത് ചത്തു വീഴുകയാണ്. ജനത്തോട് മിതമായി ഉപയോഗിക്കാൻ പറയുന്ന അധികൃതർ തന്നെ ആയിരക്കണക്കിന് രൂപയുടെ വൈദ്യുതിയാണ് ഓരോ മണിക്കൂറിലും ഇങ്ങനെ കത്തിച്ചു കളയുന്നത്. ജനങ്ങളുടെ നികുതിപ്പണം വായുവിൽ അലിഞ്ഞു ചേരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ജനങ്ങൾക്ക് ലോഡ് ഷെഡിംഗ് പേടി നൽകുമ്പോഴും കോർപ്പറേഷന്റെ ആഡംബരം. ശ്രീജിത്തിനൊപ്പം മാലിവ വർഗീസ് പോൾ, ബിഗ് TV ജേർണലിസ്റ്റ്.